ഗുഡ് മോർണിംഗ് മക്കൾസ്. അങ്കിളിനെ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായി? 3 മാസം അല്ലെ? നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്, അതറിയോ എന്താണ്? കോട്ട് കോട്ട് നിങ്ങളുടെ മേഡം പറഞ്ഞിട്ട് ഇട്ടതാ. കോട്ടിട്ടതല്ല. ഇന്നത്തെ ക്ലാസ് നമ്മള് പബ്ലിക്കിനും കൂടി നമ്മുടെ സമുദായത്തിനും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനിലാണ് മാഡം എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളിപ്പോ പഠിക്കുന്ന CNS ആണല്ലോ. CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എങ്ങനെ മദ്യപാനം ബാധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഇതിപ്പം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്യാമറയും ഇവിടെ ഉണ്ട്, ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. കാര്യം പബ്ലിക്കിന് മനസ്സിലാവത്തക്ക രീതിയിൽ നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സിൽ, പഴയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ, സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ 3rd ഇയറിലും 4th ഇയറിലും ഒക്കെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. അത് എസ്പെഷ്യലി ഫ്രം സൈക്യാട്രി. കാര്യം ഞാൻ മദ്യപാനികളുടെ മനോവികാരം എന്നുള്ളൊരു ടോപ്പിക്കും കൂടി ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ മദ്യപാനം എങ്ങനെ CNS-നെ ബാധിക്കാം എന്നറിയാൻ ബേസിക് ആയിട്ട് കുറച്ച് മെഡിക്കൽ സയൻസ് അപ്പം പബ്ലിക് ആണെങ്കിലും അറിയേണ്ടതുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് അവതരിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണോ? ഇപ്പോഴത്തെ പിള്ളേർ ബിരിയാണി ഒന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ യുഗം വെച്ചാല് ബ്രോസ്റ്റഡ് ചിക്കൻ, KFC അല്ലേ, മക്ഡൊണാൾഡ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ പോവുക എന്ന് പറഞ്ഞാല്, യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാല്, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബ്രെയിനിൽ ഒരു ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുന്ന വിസ്ഡം ഏരിയാസ് എന്ന് പറയും. നമ്മുടെ ബ്രെയിനിലുള്ള തലങ്ങൾ എന്ന് വേണം മലയാളത്തിൽ പറയാൻ. ആ ഹോർമോണിന്റെ പേരാണ് ഡോപ്പമൈൻ. പഠിച്ചിട്ടുണ്ടോ ഫിസിയോളജി? ഓക്കെ. അപ്പോ ഈ ഡോപ്പമൈൻ സിക്രീഷൻ, ഡോപ്പമൈൻ ഹോർമോൺ എലിവേറ്റ് ചെയ്യുമ്പോൾ, കൂടുമ്പോൾ, കാര്യം ആൽക്കഹോൾ കഴിക്കുമ്പോൾ 10 മടങ്ങാണ് ഈ സംഭവം കൂടുന്നത്. അപ്പൊ നമുക്കില്ലാത്ത എനർജിയും ഇല്ലാത്തൊരു കറേജും പിന്നെ ആരോടും എന്തും സംസാരിക്കാം എന്നുള്ള ഒരു വിശ്വാസമൊക്കെ തനിയെ വരും. അതിപ്പം നമ്മുടെ സാധാരണ ഉത്തരവാദിത്വം, സാധാരണ റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഡെഡിക്കേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മറന്നിട്ട്, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മറക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഡോപ്പമൈൻ അധികമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരു ഹോർമോണാണ് എപ്പോഴും ഡോപ്പമൈൻ. മോളിരിക്കുന്നവര് കേൾക്കുന്നുണ്ടോ? ഓഡിറ്റോറിയം ആയതുകൊണ്ടൊരു കംഫർട്ട് ഇല്ല. പിന്നെ ഇവരുടെ എനിക്ക് മൈക്രോഫോൺ തന്നതുമില്ല, കോമൈക്കാണ്. ഇത് ചെറിയൊരു ദൂരം മാത്രമേ കവർ ചെയ്യുള്ളൂ. എത്രയോ സെന്റിമീറ്റർ പറയുന്നുണ്ട്. കാര്യം വോയിസ് ഫിൽറ്ററിംഗ് ഉള്ള എന്തോ ഒരു സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ഇതിന്റെ മെയിൻ, നമുക്ക് ശരിക്കും മദ്യം കഴിക്കുമ്പോൾ നമുക്ക് എൻജോയ്മെന്റ് തോന്നുന്നതിന്റെ മെയിൻ കാരണം ഈ ഡോപ്പമൈൻ്റെ അളവ് ക്രമാതീതമായിട്ട് ബ്രെയിനിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. നെർവ് ഡിപ്രഷൻ വരും. നെർവ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ നെർവ് ഇനാക്റ്റീവ് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ കഴിവില്ലാത്തൊരു രീതിയിൽ നമ്മൾ ഭയങ്കര ലിബറൽ മൈൻഡ്, ഒരു നല്ലൊരു മൂഡിലായിരിക്കും നമ്മൾ. ഇപ്പൊ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഡാൻസ് ചെയ്യും, നാടകം കളിക്കാൻ പറഞ്ഞാൽ നാടകം കളിക്കും, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, എന്തും ചെയ്യും നമ്മൾ. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. ഈ മദ്യം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം നമ്മുടെ ന്യൂറോൺ. ഇതിനെപ്പറ്റി പഠിക്കുക വെച്ചാൽ ഇത് ബ്രെയിനിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ന്യൂറോൺസിന്റെ കർത്തവ്യം. നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്മെല്ല് മണപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും രുചിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മളെ ബ്രെയിനിൽ എത്തിക്കുന്നതിന്റെ കടമ ആരാണ്? ന്യൂറോൺസ് ആണ്.
അപ്പൊ ആദ്യം റിസപ്റ്റേഴ്സ് ആദ്യം ഒരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സിന് കൈമാറും അല്ലെ, അങ്ങനല്ല നമ്മൾ പഠിച്ചേക്കുന്നത്. ഡെൻഡ്രൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ഈ ന്യൂറോണിന്റെ ബേസിക് അത്രയും ഡീറ്റെയിലായിട്ട് പോകണ്ട. ന്യൂറോൺ ഡെൻഡ്രൈറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ ആക്സോൺ, പിന്നെ അത് ശരിക്കും ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ് ഇത് പാസ് ചെയ്യുക ന്യൂറോൺ കൂടി അല്ലേ, നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. അപ്പം പിന്നെ ഇത് വരുന്നത് സിനാപ്റ്റിക് നോബിലാണ് എത്തുന്നത്. സിനാപ്റ്റിക് നോബിലേക്ക് പിന്നെ ഇത് പോകുന്നത് ഇൻ ബിറ്റ്വീൻ രണ്ട് ന്യൂറോണിന്റെ സ്പേസിനിടയ്ക്കുള്ള സ്ഥലമാണല്ലോ ഈ സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സിൽ എത്തുമ്പോഴത്തേക്ക് ഇത് ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യം ഓർമ്മയുണ്ടോ? ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ടാണ് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സിലേക്ക് ഇത് പാസ് ചെയ്യുന്നത്. അപ്പം ആ സമയം ഈ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബെന്ന് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് ചാടുമ്പോൾ ഉള്ള ആ സമയത്ത് ഉണ്ടാകുന്ന കെമിക്കൽ വേരിയേഷൻ, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ശരിക്കും ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്പേസ് ബിറ്റ്വീൻ ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ന്യൂറോൺസ് അല്ലേ, അതല്ലേ സിനാപ്സ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഒരു കെമിക്കൽ ആക്ഷൻ ഉണ്ട്. ശരിക്കും ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസസ് ആയിട്ട് മാറുന്നത് സിനാപ്സിൽ വെച്ചിട്ടാണ്. ആ സമയത്ത് മെയിനായിട്ട് നമ്മുടെ ആ ഒരു സ്പേസിൽ കളിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ്, ഒന്ന് ഗ്ലൂട്ടമേറ്റും പിന്നൊന്ന് ഗാബയും. ഈ ഗാബ ശരിക്കും പ്രശ്നക്കാരനാണ് ആൽക്കഹോളായിട്ട്. ഈ ആൽക്കഹോള് കയറി ഈ ഒരു കെമിക്കൽ ചേഞ്ചസ് നടക്കുന്ന സമയത്ത് നമ്മളൊരു ചൊല്ല് പറയുമല്ലോ, ആട്ടുതോലിട്ട ചെന്നായി. അതായത് ചെന്നായി നമുക്ക് ആടായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് എ ചെന്നായി. അപ്പം അതാണ് ആ പഴഞ്ചൊല്ല്. അതുപോലെയാണ് ഇവിടെ ആൽക്കഹോള് കളിക്കുന്നത്. ഗാബയുമായിട്ട് ഇത് ഗാബ ഈ ഗ്ലൂട്ടമേറ്റ് ഹോർമോണിന്റെ ഒരു ബാലൻസ് ഉണ്ട് ഈ കെമിക്കൽ ആക്ഷനിൽ, അത് ഇല്ലാതാക്കും. ആൽക്കഹോൾ പോയിട്ടത് ഇല്ലാതാക്കും. അപ്പൊ എന്താ സംഭവിക്കുക? സെൽ ഡെത്ത് വരാം, അതായത് കോശങ്ങൾ ചത്തൊടുങ്ങാം. ദെൻ ഡാമേജസ് ഓഫ് സെൽസിന് ഡാമേജ് വരാം. ഞാനിത് പറയുന്നതിന് മുമ്പ് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇത് അവതരിപ്പിക്കാൻ ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ചെറിയ കഥ ഞാൻ ഉണ്ടാക്കിയൊരു കഥയാണ്. ഞാൻ ഇന്നലെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം പറ്റിയൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നിയൊരു കഥയാണ്. ഒരു അരിക്കടയിൽ ചാക്കുകൾ ഇങ്ങനെ ലോറിയിൽ വരും. അത് ഇറക്കാനായിട്ട് അമീനിക്ക, സുഗുണൻ ചേട്ടൻ, ജോസഫ് അച്ചായൻ, അങ്ങനെ ഒരു 4 പേര്, അരക്കെ ആയിക്കോട്ടെ. ഇവർ സ്ഥിരമായിട്ട് മുതലാളിക്ക് ലോറിയിൽ നിന്ന് റൈസ് ബാഗ്സ് വരുമ്പം ഇങ്ങനെ കൈമാറും. ഒരാൾ ആദ്യം ഈ ബാഗ് വാങ്ങിക്കും, അടുത്ത ആൾക്ക് ഇത് പാസ് ചെയ്യും, പിന്നെ അടുത്ത ആൾക്ക് പാസ് ചെയ്യും, ഏറ്റവും അവസാനത്തെ ആൾ കൊണ്ടുപോയി ഇത് ഗോഡൗണിൽ പ്ലേസ് ചെയ്യും. അതാണ് അവരുടെ ജോലി. അങ്ങനെ ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം മുതലാളിക്ക് ഒരു ആഗ്രഹം, കൂടുതൽ ലാഭം കിട്ടണം, ഇവരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കണം. അങ്ങനെ അവർ കൂടുതൽ പണിയെടുക്കാൻ തുടങ്ങും. അപ്പൊ അവർക്ക് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ പണ്ടത്തെ ഉള്ള ശീലമാണ്, അവിടുത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മുതലാളി കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ലോഡ് കൂടി. അങ്ങനെ ഇതിൽ ഒരാൾ വീക്കായി. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അമീനിക്ക വീക്കായി. അമീനിക്ക ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അമീനിക്ക ജോലിയിൽ നിന്ന് മാറിയുന്നു. ബാക്കിയുള്ള 3 പേർക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഈ പറഞ്ഞ 4 പേരും 4 ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഈ അമീനിക്ക മാറിയപ്പോഴത്തേക്ക് ബാക്കി 3 പേർക്കും ലോഡ് കൂടുതൽ വന്നു. അപ്പൊ മുതലാളിക്ക് മനസ്സിലായി ഇവർക്ക് ലോഡ് അധികം വന്നു, ഇനി പഴയതുപോലെ സംഭവം നടക്കില്ല, അതുകൊണ്ട് കുറച്ച് പിള്ളേരെ നിർത്താം, അധികം ഈ പണിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത പിള്ളേർ നിർത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ
മുതലാളി കുറച്ച് ഇതൊന്നും അറിയാത്ത കുട്ടികളെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെയൊക്കെ പോയതിന്റെ പകരം പിന്നെയും ആസ് യൂഷ്വൽ ഈ സംഭവം പോയിക്കൊണ്ടിരുന്നു. അപ്പൊ പിന്നെയും പോയിക്കൊണ്ടിരുന്നപ്പം പിന്നെയും മുതലാളിക്ക് അഹങ്കാരം വന്നു. വീണ്ടും കൂടുതൽ പൈസ വേണം, ലാഭം വേണം എന്നാണ്. അപ്പൊ ഈ മുതലാളി എന്ത് ചെയ്തു? ഈ പഴയ 3 ആൾക്കാര്, പുതിയ വന്ന പിള്ളേർ അത്യാവശ്യം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. പഴയ 3 ആൾക്കാരിൽ ഇപ്പോൾ ഒരാളെയും കൂടെ അങ്ങ് പിരിച്ചുവിടാം. അതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പേര് ജോസഫ് അച്ചായൻ. ജോസഫ് അച്ചായനെ മുതലാളി മനഃപൂർവ്വം പിരിച്ചുവിടുന്നു. പിരിച്ചുവിട്ടിട്ട് പിന്നെയും പിള്ളേരെ കയറ്റി. ഈ പണിയൊന്നും അറിയത്തില്ല, എന്നാൽ നല്ലോണം പണിയെടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു കോൺഫിഡൻസ് മുതലാളിക്ക് വന്നപ്പോഴത്തേക്ക് ഇവരെയും കൂടെ കയറ്റി. ഇവര് വീണ്ടും പണിയെടുക്കാൻ തുടങ്ങി. അപ്പം പഴയ ബാക്കിയുള്ള 2 പേർക്ക്, ആരായിരുന്നു ഞാൻ പറഞ്ഞ പേര്, രാമൻ ചേട്ടനും വേറൊരാളും, ആ 2 പേർക്ക് പഴയ ഒരു അവസ്ഥയിലേക്ക് വരാനും ജോലി ചെയ്യാനുമുള്ള ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഇവര് മുതലാളിയുടെ അടുത്ത് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളും കൂടി പോവാണ്, ഞങ്ങൾക്ക് പറ്റുന്നില്ല ഈ പുതിയ പിള്ളേർ കേട്ട്, അതുകൊണ്ട് ഞങ്ങളും കൂടി ഇവിടുന്ന് തിരികെയാന്ന് പറഞ്ഞിട്ട് അവരും പോയി. അങ്ങനെ മൊത്തം ഇത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബംഗാളി പിള്ളേർ എന്ന് പറയും. ബംഗാളിലൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതാണ്, അവർ കേൾക്കരുത്. പക്ഷെ എന്നാലും ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. പിന്നെയും മുതലാളി ഹിന്ദിക്കാരെ നിർത്തി, ബംഗാളിക്കാരെ നിർത്തി. കൽക്കത്തയിലുള്ള ആരും കേൾക്കണ്ട. അല്ല, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആക്ച്വലി അവർക്കൊരു സ്കിൽഡ് ലേബർ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ നല്ലപോലെ പണിയെടുക്കും. നമ്മുടെ കേരളീയസിനൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നല്ല ഡെഡിക്കേഷനോട് പണിയെടുക്കും. ലീവ്. അങ്ങനെ ഇവരുടെ കീഴിലായി ഈ അരിക്കട. ഇവരാണ് മൊത്തം ലോഡ് ചെയ്യാനും പിടിക്കാനും ഒക്കെ ഉള്ള ഒരു ആളായിട്ട് മാറി ഈ അരിക്കടയിൽ. അപ്പൊ മുതലാളി ഹാപ്പിയായി, മുതലാളിക്ക് നല്ല സന്തോഷം. അരി നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ സെയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവര്, ഈ പുതിയ പിള്ളേര് വന്നത്, അവര് ശരിക്കും മുതലെടുത്തു. മുതലാളിക്ക് ഓരോ ഡിമാൻഡ്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പം അവരുടെ ഡിമാൻഡ്സ് ഒക്കെ കുറേയൊക്കെ മുതലാളി കേൾക്കാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെ അത് നഷ്ടത്തിലേക്ക് വന്നു. ഇവര് തന്നെ മെനഞ്ഞെടുത്ത കഥകളും പ്രശ്നങ്ങളും കുറ്റങ്ങളും എല്ലാം കാരണം ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയാൽ മതി എന്ന് മുതലാളി കൊണ്ട് ചിന്തിപ്പിച്ചു ഇവർ. പക്ഷെ ഇവരത് അക്സെപ്റ്റ് ചെയ്തില്ല. മുതലാളിക്ക് കൈവിട്ടു പോകുന്നൊരവസ്ഥ വന്നു. മുതലാളി ഇവരെയൊക്കെ പിരിച്ചു വിട്ടിട്ട് പഴയ ആൾക്കാരെ തിരിച്ചു വിളിക്കാനുള്ള ശ്രമം നടത്തി. പറ്റിയില്ല. കാര്യം ഇവരത് തടഞ്ഞു. ആര്? പുതിയ ആൾക്കാർ തടഞ്ഞു. ചുരുക്കം പറഞ്ഞാല് മുതലാളിയായിട്ടുള്ള ഒരു യുദ്ധത്തില് സ്ട്രഗിൾസ് മുതലാളിക്ക് ഒരുപാട് വന്നു. ഇവര് മാക്സിമം മുതലെടുക്കാൻ നോക്കി. അങ്ങനെ ഇവരെല്ലാം കൂടെ ആ അരിക്കടയ്ക്ക് തീയിടുന്നു, നശിപ്പിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, സമൂഹത്തിനും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ. അതായത് നമ്മുടെ ന്യൂറോൺ ഈ പറയുന്ന പോലെ ആദ്യം ഡെൻഡ്രൈറ്റ്സിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്സോൺ വഴിയും സിനാപ്റ്റിക് നോബ് വഴിയും അടുത്ത ഇതിലേക്ക് പോവും. സിനാപ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇടയ്ക്ക് ഗാബ എന്ന് പറയുന്ന ഒരു മെയിൻ ഹോർമോൺ ഉണ്ട്. അതുമായിട്ട് ആൽക്കഹോൾ നല്ല രീതിയിൽ കളിക്കും, ഇംബാലൻസ് ചെയ്യും, കുരുത്തക്കേടുകൾ ഉണ്ടാക്കും അവിടെ. അങ്ങനെ നെർവ് സെൽസും ഡാമേജസും വരാം, ക്ഷീണം വരാം, ചില സെൽസിന് ഡാമേജസ് വരാം, നമ്മുടെ അമീനിക്കൊക്കെ പോയ പോലെ. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഈശ്വരൻ കൊടുത്തേക്കുന്ന ഒരു കഴിവാണ് പ്രോളിഫറേഷൻ എന്ന് പറയും. പ്രോളിഫറേഷൻ എന്ന് വെച്ചാൽ സെൽ ഡിവിഷൻസ്. അതായത് ഏതെങ്കിലും സെല്ല് നമ്മുടെ ശരീരത്തിൽ ഡെത്ത് ആവുകയാണെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ കോശങ്ങൾ വലുതാക്കും, അതല്ലെങ്കിൽ നല്ല കോശങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അത് വലുതാക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ ചത്ത കോശങ്ങൾ
അപ്പം ഞാൻ മദ്യപാനത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. മദ്യപാനം സ്ഥിരമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റ് കൂടുതലായിരിക്കും. ഈ പ്രോളിഫറേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാര്യം സെൽഡത്ത് ഇഷ്ടംപോലെ വരും ഈ ഇത്രയും മദ്യം. കാര്യം നമ്മളിപ്പോൾ മദ്യം കഴിക്കുക എന്ന് പറയുമ്പം ശരിക്കും നമ്മളിപ്പോൾ ഒരു 60 ml ഓഫ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തന്നെ 20% മാത്രമേ പെട്ടെന്ന് ബ്രെയിനിലെത്തുള്ളൂ. ബാക്കി 80% നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറുകുടലിൽ കടക്കും. ചെറുകുടലിലേക്ക് പോവില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പൈലോറിക് സ്ഫിൻഡർ മസിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു വാൾവ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അധികം വിഷങ്ങളെ ഒന്നും സ്റ്റൊമക്കിലേക്ക് ആ സാധനം കയറ്റി വിടില്ല. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അറിയാമോ? റൈറ്റ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നാൽ തന്നെയും 20% 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രെയിനിലെത്തും. ബാക്കി 80% പിന്നെ പതുക്കെ ആയിരിക്കും ആക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും? നമുക്കത് ഫീൽ ചെയ്യാത്തതുകൊണ്ട് അടുത്ത ഡ്രിങ്ക് നമ്മൾ ഓർഡർ ചെയ്യും നെക്സ്റ്റ് 20%-ന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ 20% കൂടി വരികയും ചെയ്യും. ബാക്കി 80% അവിടെ പതുക്കെ കടക്കുകയും ചെയ്യും. അതൊക്കെയാണ് പിന്നെ ഈ ആൽക്കഹോളിക് വിഡ്രോവൽ സമയത്തൊക്കെ പോകുന്നത്. അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പ്രോളിഫറേഷൻ. ഈ പ്രോളിഫറേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്, ഒരു നിരക്കുണ്ട്. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പ്രോളിഫറേഷനെ നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട് അതിന്. അപ്പൊ ശരിക്കും അൺകൺട്രോൾഡ് പ്രോളിഫറേഷൻ leading to an increased proliferation rate or a failure of cell to arrest their proliferation at the normal time. ഞാൻ പറഞ്ഞൊരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട് തന്നെ. ഒന്നുകിൽ പ്രോളിഫറേഷൻ സെൽസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റണം, അതല്ലെങ്കിൽ ഇതിന്റെ അനുപാതം നിലനിർത്താൻ പറ്റണം. But it is uncontrolled. What is cancer? അൽഷിമേഴ്സ്, സ്ട്രോക്കും വരാം. അത്രയും അപകടം പിടിച്ചൊരു സംഭവമാണ്. സ്ഥിര മദ്യപാനത്തിൽ കൂടി കിട്ടുന്ന പ്രോളിഫറേഷൻ ശരിക്കും നമ്മുടെ ശരീരം അനുവദിക്കുന്ന പ്രോളിഫറേഷൻ ആയിരിക്കില്ല. ഈ സെല്ലിന്റെ ഡിവിഷനും ഈ സെല്ലിന്റെ എക്സ്പാൻഷനും എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ബ്രെയിനിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ചെയ്യുന്ന, നമ്മുടെ ഈശ്വരൻ ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് ശരിക്കും പ്രോളിഫറേഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇതിപ്പം എങ്ങനെയെങ്കിലും മദ്യം കഴിക്കുന്നു, ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ഒരാളെ സെൽഡത്തും സെൽ ഡാമേജും വന്നുകൊണ്ടിരിക്കുന്നു. കേട്ടില്ല? പല്ലിയുടെ നാല് അത് പ്രോളിഫറേഷൻ അല്ല ആക്ച്വലി. അതിപ്പം കൂടുതൽ അതിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡീപ്പായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പബ്ലിക്കിനോടുള്ള ടോക്ക് ആയതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് വരും. എന്നാൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. പല്ലിയുടെ വാല് വലുതാവെന്ന് വെച്ചാൽ പ്രോളിഫറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാ പറഞ്ഞുതരാം പെട്ടെന്ന്. ഐഡന്റിക്കൽ ന്യൂക്ലിയസ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു മതിൽ കെട്ടുകയാണെന്ന് വെച്ചോ. ഒരു മതിൽ കെട്ടുമ്പം നമ്മൾ നല്ല ഇഷ്ടിക പീസ് കൊണ്ട് നല്ലോണം സിമെന്റ് ഒക്കെ തേച്ച് നല്ല രീതിയിലൊരു മതിൽ കെട്ടുന്നു. ഓക്കെ, അതല്ല കട്ടയുടെ കഷ്ണങ്ങൾ വെച്ചിട്ടും പൊടികളൊക്കെ വെച്ചിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചാന്ത് ഫില്ല് ചെയ്ത് ആ മതിൽ കെട്ടുന്നു. ഞാനിപ്പോൾ സെക്കൻഡ് ടൈം പറഞ്ഞതാണ് പ്രോളിഫറേഷൻ ആൻഡ് ഫസ്റ്റ് ടൈം പറഞ്ഞതാണ് പ്രോളിഫറേഷൻ ആൻഡ് നെക്രോസിസ്. പിന്നെ ഈ പ്രോളിഫറേഷന് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പ്രോസസ്സ് നമ്മുടെ ഈശ്വരൻ തന്നെ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോപ്ടോസിസ് എന്ന് പറയും. പഠിച്ചിട്ടുണ്ടോ ഫിസിയോളജിയിൽ? കഴിഞ്ഞോ? അപ്പോപ്ടോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചില സെൽസിനെ നശിപ്പിക്കും. അത് ഈ മദ്യം കൊണ്ടാവണമെന്നില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവണമെന്നില്ല. അപ്പോപ്ടോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചില കോശങ്ങൾ ഡെത്തായെങ്കിലേ നമുക്ക് ആ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എംബ്രിയോ സ്റ്റേജസ് ഒക്കെ ഇപ്പം ഫെർട്ടിലൈസേഷൻ, ഇംപ്ലോമേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഹാച്ചിങ് എല്ലാം കഴിഞ്ഞ്
ഫസ്റ്റ് നമ്മുടെ ന്യൂറൽ ട്യൂബ് ഡെവലപ്പ് ആവും. ന്യൂറൽ ട്യൂബ് ഡെവലപ്പ് ആയിട്ട് ഫസ്റ്റ് എംബ്രിയോ സ്റ്റേജസ് വരും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കൈ ഒരു മാംസപിണ്ഡമായിരിക്കും ആ സമയത്ത്, അല്ലേ? ഈ കൈയുടെ ഓരോ ഫിംഗറും ഡെവലപ്പ് ആവുന്നത് ഇടയ്ക്കുള്ള ആ സ്പേസ് ഫോം ചെയ്യുമ്പോഴാണ്. അത് മനഃപൂർവ്വം നമ്മുടെ ശരീരം കോശങ്ങളെ ചത്തൊടുക്കുമ്പോഴാണ് ഈ ഫിംഗേഴ്സ് രൂപപ്പെടുന്നത്. ഈശ്വരനാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിവാണ് അപപ്ടോസിസ് എന്ന് പറയുന്നത്. ഈ അപപ്ടോസിസ് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സർജറി കഴിയുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ മനഃപൂർവ്വം ആ സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചില സെൽസ് ഡെത്ത് ആയിട്ട് മനഃപൂർവ്വം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോളിഫറേഷന് വേണ്ടിയിട്ട് സ്ഥലം വെച്ച് കൊടുക്കും. മനഃപൂർവ്വം ചത്തൊടുങ്ങി മാറിയിട്ട് പുതിയ കോശങ്ങൾ വരാൻ വേണ്ടിയിട്ട് സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപപ്ടോസിസ് എന്ന് പറയുന്നത്. നെക്രോസിസ് വേറെ. നെക്രോസിസ് എന്ന് പറഞ്ഞാൽ അപപ്ടോസിസ് എന്ന് വെച്ചാൽ പ്ലാൻ ഡെത്ത് അല്ലേ ഞാൻ പറഞ്ഞത്, ശരീരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. നെക്രോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗറൊക്കെ അറ്റുപോയെന്ന് വെച്ചു, ഒരു ആക്സിഡന്റിൽ അറ്റുപോയെന്ന് വെച്ചു, ആ ഫിംഗർ ശരിക്കും രണ്ടാമത് ഫോം ചെയ്യുന്നത് ഒരു അവിടുന്ന് കട്ട് ചെയ്ത രൂപത്തിലായിരിക്കത്തില്ലല്ലോ. ചെറിയൊരു ഒന്ന് അതൊന്ന് യൂണിഫോം ആക്കാൻ നോക്കും, ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ ശരീരം ശ്രമിക്കും. അതാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. കാര്യം കുറച്ചും കൂടെ അത് ഇതായിട്ട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട് അതിനെപ്പറ്റി. അതായത് ഈ ബ്ലഡ് സപ്ലൈ ഇല്ലാതാവുമ്പം മരവിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ശരിക്കും അതാണ് നെക്രോസിസ്. ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഓവൽ ഷേപ്പ് ഉണ്ടാക്കി അത് മേക്കപ്പ് ചെയ്തിട്ട് നല്ല കാണാൻ അത്യാവശ്യം സുഖമുള്ള രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു പ്രോസസ്സാണ് ഈ നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പപ്ടോസിസോട് സിമിലർ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പപ്ടോസിസ് നമ്മുടെ ശരീരം തന്നെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞില്ലേ, ഈ കൈയുടെ വിരൽ ഫോം ചെയ്യുന്ന പറഞ്ഞില്ലേ, അതുപോലെ അവൻ്റെ പേരെന്താ? ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായാലും അതാണ് നെക്രോസിസ്. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിലായിട്ട് ഞാൻ പിന്നെ പറയാം. ആദ്യം ഈ വെള്ളവടി ഒന്നും തീരട്ടെ, സമൂഹം കയറിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട്. അപ്പം എന്തായിരുന്നു പറഞ്ഞു തന്നെ, കേട്ടില്ല. നിങ്ങൾ കൂടി ഒരു മൈക്ക് തരാൻ പറയണം നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്. കാരണം ഞാൻ എൻ്റെ മോളിൽ കയറി നിൽക്കുകയും ചെയ്യുന്നു, ഇവര് ഈ 2 വര വിട്ട് പോകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല. ബോർഡിൽ എന്തെങ്കിലും ഞാൻ നൂറുകൊണ്ട് പടം വരയ്ക്കാൻ ഇരുന്നതാണ്, പടം വരയ്ക്കാനും പറ്റില്ല. അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമല്ലോ. നീ പറ. അതൊന്ന് ഈസി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലേ അതിന്, ഈ ചത്തൊടുങ്ങുന്ന സെൽസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ, അത് ഭക്ഷിക്കാനായിട്ട് നിൽക്കുന്ന സംഭവമാണല്ലോ അത് ഫാഗോസൈറ്റ്സ്. അപ്പപ്ടോസിസ് വഴി സെൽഡത്ത് വരുമ്പം, അതല്ലെങ്കിൽ ഞാനീ പറഞ്ഞ നെക്രോസിസ് വഴി സെൽഡത്ത് വരുമ്പം അത് കൺസ്യൂം ചെയ്യാൻ, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പ്രോളിഫറേഷനിലും ഈ പറഞ്ഞ അപ്പപ്ടോസിസും വഴി നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കില്ല. ഇപ്പൊ തന്നെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഏതൊക്കെയാ എന്ന് പറഞ്ഞേ കേക്കട്ടെ. അല്ല, അത് ഫങ്ഷണൽ ടൈപ്സ് അല്ലേ ആങ്ങൾ ഉദ്ദേശിച്ചത്. യൂണിപോളാർ, മൾട്ടിപോളാർ ആൻഡ് ബൈപോളാർ. അതൊക്കെ ഈ യൂണിപോളാർ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു യൂണിപോളാർ നെർവ് സെല്ല് ഡെത്ത് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡാമേജ് ആവുകയാണെങ്കിൽ അതിന് പകരക്കാരനായിട്ട് വരുന്നത് യൂണിപോളർ തന്നെ ആവണം എന്നില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. മൾട്ടിപോളർ ആയിരിക്കും, ബൈപോളർ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒറിജിനൽ സ്ട്രക്ചറിന് വ്യത്യാസം വരും ബ്രെയിനിൽ. പിന്നെ അതനുസരിച്ചായിരിക്കും നമ്മൾ ഓടുക. എങ്ങനെങ്കിലും ഓടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ജന്മമായിട്ട് നമ്മൾ മാറും. ആ ഒരു അവസ്ഥയിലേക്ക് മദ്യപാനം നമ്മളെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി ഉപയോഗം നമ്മളെ എത്തിക്കും. ഞാൻ വരാം. അത് ആക്ച്വലി ചോദ്യം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അത് ആൽക്കഹോളിക് വിഡ്രോവൽ സമയത്ത്, ഇപ്പം നമ്മളിപ്പം ഡെയിലി ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാള്
ആദ്യത്തെ ഒരു ദിവസം ആൽക്കഹോൾ ഇല്ലാതെ അയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. കാര്യം അതുവരെയുള്ള ഡെയിലി ഉള്ള കൺസപ്ഷൻ ബോഡിയിൽ ഒരു ന്യൂറൽ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും വിത്ത് ആൽക്കഹോൾ. ഈ പറഞ്ഞ പോലെ തട്ടിക്കൂട്ടൽ ബ്രെയിൻ ആയിട്ടായിരിക്കും പുള്ളിക്കാരൻ ജീവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അൺകൺട്രോൾഡ് പ്രോളിഫറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും നമ്മുടെ പഴയ ഒറിജിനൽ അവസ്ഥയിലായിരിക്കില്ല. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതില്ലാതാവുമ്പോഴത്തേക്ക് ബ്രെയിൻ എപ്പോഴും ആഗ്രഹിക്കും ആൽക്കഹോൾ എങ്ങനെയെങ്കിലും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ആൽക്കഹോൾ വരാതിരിക്കുന്ന ഒരു സമയത്ത് ബോഡി എങ്ങനെയെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കാൻ നോക്കുന്ന ഒരു ഒരു സ്റ്റേജാണ് ഈ ആൽക്കഹോളിക് വിഡ്രോവൽ ടൈം എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് നല്ല ചോദ്യമാണ് മോളെ ചോദിച്ചത്. മോളുടെ പേരെന്താ? ഇരുന്ന് പറഞ്ഞാൽ മതി. അപ്പം ഈ ആൽക്കഹോളിക് വിഡ്രോവൽ സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഭയങ്കരമായിട്ട് ദേഹം മൊത്തം ചൊറിയും, നല്ലോണം സ്വെറ്റ് ചെയ്യും, നല്ലോണം വിയർക്കും, ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വരും. മോളിരിക്കുന്നത് കേൾക്കാമല്ലോ അല്ലെ? വോമിറ്റിംഗ് ടെൻഡൻസി വരും. ഒന്നും നമുക്ക് കഴിക്കാൻ തോന്നില്ല, കഴിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതല്ലാതെ ഹെവി ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള ചോറോ ഇപ്പോൾ മലയാളീസ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും, ചിലപ്പോൾ അവർ കഞ്ഞി ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ തരിക്കഞ്ഞി ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഇഷ്ടപ്പെടും ആ സമയത്ത്. അല്ലാതെ പിന്നെ അവർക്ക് ഡയറിയ ഉണ്ടാവാം. എന്ത് കഴിച്ചാലും ഡയറിയ വരാം, പിന്നെ ഡീഹൈഡ്രേഷനിലേക്കൊക്കെ എത്താം. ആൽക്കഹോളിക് വിഡ്രോവൽ സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ, സ്ഥിരമായിട്ട് ഡെയിലി ഉപയോഗിക്കുന്ന ഒരാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം ഹാലുസിനേഷൻ. അത് ശരിക്കും ഹാലുസിനേഷൻ സമയത്ത് നമ്മൾ നല്ലോണം പേടിക്കേണ്ട. ഹാലുസിനേഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏറ്റവും അധികം പേടിക്കേണ്ടത് ഓഡിറ്ററിയും വിഷ്വലുമാണ്. കാര്യം ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെർസെപ്ഷൻ ഓഫ് ഹാവിങ് സീൻ, ഹേർഡ്, ടച്ച്, ടേസ്റ്റഡ് or smelled something that wasn't actually എഴുതുകയാണോ? A perception of having seen. ഗൂഗിളിൽ കിട്ടുമല്ലോ ഇതൊക്കെ. having seen, touched, പിന്നെ മണക്കുക, സ്മെൽഡ്, പിന്നെന്താ ഉള്ളത്, ടേസ്റ്റഡ്, രുചിക്കുന്നത്, സംതിങ് wasn't actually not there. അല്ല, wasn't truly there എന്നിരിക്കുക, wasn't truly there. That is hallucination. Okay. ഈ ഹാലുസിനേഷൻ സമയത്ത് നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഓഡിറ്ററി ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും, നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കും, അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയും, നമ്മൾ സംസാരിക്കും. ആ സമയത്ത് ആൽക്കഹോളിന്റെ ലഹരി സമയത്തല്ല ഞാൻ ഈ പറയുന്നത്, വിഡ്രോവൽ സമയത്താണ്. ഫസ്റ്റ് ഡേ ഹി വിൽ ബി ഫ്രീ, സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് ഈ കൈൻഡ് ഓഫ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ പ്രധാനമാണ് ഹാലുസിനേഷൻ. ഹാലുസിനേഷനിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള സംഭവമാണ് ഈ സംസാരവും കേൾവിയും. നമ്മളോട് പറയുന്ന ആൾ, കേൾക്കുന്ന ആൾ, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ആൾ നമ്മളോട് പറയാണ് നിങ്ങൾ സൂയിസൈഡ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. അങ്ങനൊരു സിറ്റുവേഷൻ ഹാലുസിനേഷനുണ്ട്. ഒരുപാട് മദ്യപാനികൾ ആത്മഹത്യ ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ അവരൊന്നും ഒരിക്കലും ലഹരിയുടെ പുറത്ത് ആത്മഹത്യ ചെയ്യില്ല, ലഹരി കിട്ടാതിരിക്കുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യില്ല. ഈ ഹാലുസിനേഷന്റെ ഈ ഒരു ഇത് വന്നിട്ട് തന്നെ നിങ്ങൾക്കറിയോ, ഈ പറഞ്ഞ ഹാലുസിനേഷൻ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ വിസ്ഡം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണെന്ന് പറഞ്ഞു. സന്തോഷം ഉളവാക്കുന്ന, KFC ചിക്കനിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ ബിരിയാണിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, സ്ഥലങ്ങളിൽ പോകുന്ന കാര്യം, യാത്ര ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഹാലൂസിനേഷനിൽ അപകടകാരിയായിട്ട് ചെകുത്താനായിട്ട് വരുന്ന ഹോർമോണും ദ സെയിം ഡോപ്പമൈൻ. ഈ നമ്മൾ രാജസ്ഥാനിലൊക്കെ പോകുമ്പം പുറമേ കാണാവുന്ന ഒരു കാഴ്ചയാണ്, ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതല്ലെങ്കിൽ
ഹരിയാന ഏരിയ, അവിടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. ഈ കഴുകന്മാർക്ക് കൂടുതൽ ഇഷ്ടം ശവമായിട്ടുള്ള സംഭവങ്ങളെ അല്ല, മരിച്ചുപോയ പശുവോ അല്ലെങ്കിൽ പട്ടിയോ അല്ലെങ്കിൽ ആടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി മരിക്കാൻ ഇരിക്കുന്ന സമയം, മരിക്കുമെന്ന് ഉറപ്പാവുമോ അനങ്ങാൻ പറ്റാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അതാണ് കഴുകന്മാർക്ക് കൂടുതൽ ടേസ്റ്റി. ഈ രൂപത്തിലാണ് ആൽക്കഹോളിന്റെ വിഡ്രോവൽ സമയത്ത് ആൽക്കഹോൾ കിട്ടാതിരിക്കുമ്പോൾ സ്ഥിര മദ്യപാനിയായിട്ടുള്ള ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന അനുഭൂതി. ചാവാൻ വരെ പുള്ളി റെഡി ആയിരിക്കും. ഈ ഡോപ്പമൈൻ പോയിട്ട് ഹലൂസിനേഷൻ കൊടുക്കും, മരിക്കാൻ പറയും, ആൾ മരിക്കും. അതിശയം തോന്നുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വേറെ ടോപ്പിക്കിലോട്ട് പോകാം. ഈ മദ്യപാനികളെ, മദ്യത്തിന് അടിമയായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ സംരക്ഷിക്കാം, അവരെ എങ്ങനെ ഉപദേശിക്കാം എന്ന് നമുക്ക് നോക്കാം. അത് ശരിക്കും ഒരു സൈക്കാട്രി പേപ്പറാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺ യുവർ തേർഡ് ഇയർ. ഈ മദ്യപാനികളെ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ ഒരിക്കലും വഴക്ക് പറയരുത്. ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഭയങ്കര സങ്കടം, അവർക്ക് ഭയങ്കര സങ്കടമുള്ളതായിട്ട് അവർ ഫീൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും അത് ചെയ്യും എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ട്, വളരെ സ്നേഹത്തെ, വളരെ വാത്സല്യത്തെ വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നടക്കില്ല. ഒട്ടുമിക്ക മദ്യപാനികളുടെ കേസിൽ നമ്മൾ റൂഡായി കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മദ്യപാനത്തിന്റെ നിരക്ക് കൂടുകയുള്ളൂ. എപ്പോഴും പോസിറ്റീവായിട്ട് അവരോട് സംസാരിക്കുക. എന്തു വന്നാലും പോസിറ്റീവായിട്ടായിരിക്കണം നമ്മളുടെ അഡ്വൈസ് അവർക്ക് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കുട്ടി പറയുകയാണ്, അച്ഛൻ നാളെ കുടിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ സ്കൂളിൽ പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ നാളെ ഹോംവർക്ക് ചെയ്യില്ല, ഞാൻ ട്യൂഷൻ അറ്റൻഡ് ചെയ്യില്ല, അത് അറ്റൻഡ് ചെയ്യില്ല, അസൈൻമെന്റ് എഴുതില്ല എന്നൊക്കെ പറയും. പക്ഷേ അതുപോലെ വൈഫും, നാളെ നിങ്ങൾ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറ്റില്ല കേട്ടോ എന്ന് പറയും. മിക്കവാറുമുള്ള ഭാര്യമാര്. പക്ഷെ ഇപ്പം കുറച്ച് ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം സ്ത്രീകൾ കുടിക്കുന്ന ഒരു ലെവലിലേക്ക് ഇപ്പൊ കാര്യമായിട്ട് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. എനിക്കറിയുന്ന തന്നെ എൻ്റെ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അവരോട് പോസിറ്റീവായിട്ട് വേണം എപ്പോഴും അഡ്വൈസ് കൊടുക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, സ്കൂളിൽ പോവില്ല, ഹോംവർക്ക് ചെയ്യില്ല, അതിന് പകരം നാളെ അച്ഛൻ കുടിക്കാതെ വന്നാൽ, ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. കുടിക്കാതെ വന്നാൽ ഞാൻ നല്ലോണം പഠിക്കും, ഞാൻ ട്യൂഷന് പോകും, ഞാൻ അസൈൻമെന്റ്സ് എഴുതും, ഞാൻ നല്ല മിടുക്കിയായിരിക്കും എന്ന് മോള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഗെറ്റിംഗ് എ പോസിറ്റീവ് വൈബ്. അങ്ങനെ വേണം മദ്യപാനികളെ ട്രീറ്റ് ചെയ്യാൻ, അല്ലാതെ കുറ്റപ്പെടുത്തി അവരെ. പിന്നെ ഈ മദ്യപാനികളെ അഡ്വൈസ് ചെയ്യുന്നതിന് എല്ലാവർക്കും ബാധകമല്ല, പക്ഷെ പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു സ്ത്രീയാണ് കുടിക്കുന്നതെങ്കിൽ ആ സ്ത്രീയെ ഉപദേശിക്കാൻ ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ അച്ഛനായിരിക്കും. ഞാൻ എല്ലാ കേസിലും പറയുന്നതല്ല, ബട്ട് മോസ്റ്റ് കോമൺലി ഇറ്റ്സ് ഹാപ്പനിങ്. അച്ഛനായിരിക്കും. പിന്നെ അച്ഛൻ കഴിഞ്ഞാൽ മകനായിരിക്കും ഒരു സ്ത്രീയെ അഡ്വൈസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളു ഭർത്താവ്, ഇപ്പോഴത്തെ രീതി ഞാൻ പറഞ്ഞത്. പിന്നെ സഹോദരൻ, പിന്നെ ഫ്രണ്ട്സ്. പിന്നെ പുരുഷനാണെങ്കിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും മകൾക്കായിരിക്കും. ഒരു മകളുണ്ടെങ്കിൽ മകൾ അഡ്വൈസ് ചെയ്തിട്ട് അച്ഛാ കുടിക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. അത് കഴിഞ്ഞേ ഉള്ളൂ അമ്മ, പിന്നെ ഭാര്യ, പിന്നെ സഹോദരി, പിന്നെ ഫ്രണ്ട്സ്. പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്, ഞാൻ കൂടുതൽ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഈ കുടുംബത്തിൽ ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ കഴിയുന്നതും ആരെടുത്തും അത് പറയാതിരിക്കാൻ നോക്കുക.
അപ്പൊ നല്ല വിഷമം വരുമ്പോൾ ആരുടെ അടുത്തെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നും, ഷെയർ ചെയ്യും. അവൻ കുടിച്ചിട്ട് ഇന്നത് ചെയ്തു എന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്യും. പക്ഷെ അത് വേണ്ട. നമ്മളിപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞൊരു കൂട്ടറാണെങ്കിൽ തന്നെ കഴിയുന്നതും വീട്ടിലൊരു മദ്യപാനി ഉണ്ടെങ്കിൽ കഴിയുന്നതും പുറത്ത് പറയാതിരിക്കാൻ നോക്കുക. എസ്പെഷ്യലി നമ്മുടെ നാട്ടില് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സാവിത്രി ചേച്ചി. സാവിത്രി ചേച്ചിയുടെ മകൻ രാജീവ്, പുള്ളിക്കാരൻ മാന്യമായിട്ട് ജോലി ചെയ്ത് എല്ലാ മാസവും ശമ്പളം വാങ്ങിച്ച് ഭാര്യയും മക്കളെയും എല്ലാം നല്ലോണം നോക്കുന്നു, പാരൻസിനെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജീവ്. ഈ രാജീവ് 1-2 സ്ഥലങ്ങളിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഓഫീസിൽ ഗെറ്റ് ടുഗദറിനോ എല്ലാം പോയിട്ട് എന്തെങ്കിലും മദ്യം കൺസ്യൂം ചെയ്തു എന്നിരിക്കട്ടെ. അതെങ്ങനെയാ അമ്മ അറിയുന്നു, ഈ സാവിത്രി ചേച്ചി അറിയുന്നു. ചേച്ചി കുറച്ച് ദിവസമൊക്കെ ഇത് പിടിച്ചു ചെയ്യും. പിന്നെ ഈ ചേച്ചി എന്ത് ചെയ്യും, അടുത്തുള്ള അയൽപക്കത്തുള്ള ഒരു പേരിട്, ഒരു സരോജിനി ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു. എൻ്റെ മോൻ ഇതുപോലെ കല്യാണത്തിന് പോയിട്ട് കുടിച്ചു. അപ്പൊ സരോജിനി ചേച്ചി ഭയങ്കര അതിശയത ചെയ്യും, കുടിച്ചോ? അയ്യോ, നമ്മുടെ രാജീവോ? സരോജിനി ചേച്ചി അടുത്ത ആളടുത്ത് പറയും, നമ്മുടെ സാവിത്രിയുടെ മോൻ രാജീവ് കഴിക്കാറുണ്ട് കേട്ടോ. കുറച്ചുകൂടെ മാറി. അവര് പിന്നെ അടുത്ത ആളടുത്ത് പറയുമ്പോഴത്തേക്ക്, ആണോ, അവന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് അവൻ ഇതുപോലെ കഴിക്കുമെന്ന്. ശരിയാണ്. അങ്ങനെ സാവിത്രി ചേച്ചി ആരായിരുന്നു ഞാൻ പറഞ്ഞു, ഓക്കെ വാട്ടോ, എ ബിയോട് പറയുന്നതും ബി സിയോട് പറയുന്നതും സി ഡിയോട് പറയുന്നതും ഡി ഇയോട് പറയുന്നതും ഈ എഫിനോട് പറയുന്നതും എരിവും പുളിയും എല്ലാം കൂട്ടി പോവുകയുള്ളൂ. അവസാനം ഈ എഫ് വന്നിട്ട് എന്ത് ചെയ്യും, രാജീവിനോട് ചോദിക്കും, എടാ നിനക്ക് ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? ശരിയല്ലേ ഞങ്ങൾ പറയുന്നത്? അപ്പൊ ഈ രാജീവിന് എന്ത് തോന്നുന്നു, അവന്റെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടും, കോൺഫിഡൻസ് നഷ്ടപ്പെടും, റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും. അയ്യോ, ഇങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്തോ എന്ന് വിചാരിച്ച് അവനിങ്ങനെ വീഴ്ച നിൽക്കും. അവന്റെ ആ ഒരു കോൺഫിഡൻസും അവൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഫൈലും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫീലിങ്സ് അവന് വരും. വീണ്ടും അവനെ ആ ഒരു ഇൻസിഡന്റ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇൻസ്പയർഡ് ആവത്തേ ഉള്ളൂ വീണ്ടും മദ്യപിക്കാൻ, ഉറപ്പാണ്. സൈക്കോളജിക്കൽ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ഹു ടേസ്റ്റഡ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ ഡ്രിങ്ക് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആർക്കത് ഫീൽ ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഇപ്പോഴുള്ള ഒട്ടുമിക്ക കുടുംബത്തിലും ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കും, ഇപ്പൊ എന്തെങ്കിലും ഹസ്ബൻഡ് ഇപ്പൊ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ വൈഫിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ കഴിക്കുന്ന ആളായിരിക്കും. പക്ഷെ അവൻ അന്ന് മനഃപൂർവ്വം സിൻസിയറായിട്ട് വിചാരിക്കുക, ഇന്നെന്തായാലും കഴിക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, മക്കളും വീട്ടിലുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോവാം, പാർട്ടി കഴിഞ്ഞിട്ട് എനിക്ക് പാർട്ടിയിൽ നിന്ന് എനിക്ക് ബൊഫേ കിട്ടുമല്ലോ, അത് ഞാൻ കഴിക്കാം, ആൽക്കഹോൾ എന്തായാലും വേണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് വിളി വരും വൈഫിന്റെ, നിങ്ങൾ പാർട്ടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം, ഇന്നും വെള്ളം അടിക്കരുത് എന്ന് പറയും. ഇപ്പം പാട്ടിലെത്തുമ്പോൾ പിന്നെയും കോള് വരും, നിങ്ങൾ വെള്ളം അടിക്കുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ പറയും, ഇല്ല, ഞാൻ മക്കൾക്ക് നിനക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം. നിങ്ങളുടെ സ്വരം കയറിയിട്ട് നിങ്ങൾ വെള്ളം അടിച്ചെന്ന് തോന്നല്ലോ. പറയില്ല, ഞാൻ അടിച്ചിട്ടില്ല, എനിക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു, ഞാൻ ശരിക്കും മനഃപൂർവ്വം ഇന്ന് അവോയ്ഡ് ചെയ്തതാണ്, കഴിക്കുന്നില്ല. ഇല്ല, നിങ്ങൾ കള്ളം പറയാണ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഫോൺ വെക്കും. അപ്പം പിന്നെയും അത്യാവശ്യം പാർട്ടിയായിട്ടൊക്കെ എൻജോയ് ചെയ്ത് ആൾക്കാരോട്ടൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ നിന്ന് പിന്നെയും കോള് വരും, എത്ര എണ്ണം അടിച്ചു എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തുള്ളി പോലും ഇവൻ കഴിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത്.
തേർഡ് ടൈം കോള് വരും, ഭയങ്കര റഫായിരിക്കും സംസാരം വൈഫിന്റെ, അല്ലെങ്കിൽ വീട്ടിലാരോ ആയിക്കോട്ടെ, മോളോ അല്ലെങ്കിൽ അമ്മയോ. കൂടുതലും നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിനോടാണ് ശരിക്കും നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് എപ്പോഴും വരിക. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും സഹോദരിയാണെങ്കിലും നമ്മളെപ്പോഴും അവരുടെ വാല്യൂ, അവർക്ക് കൊടുക്കുന്ന വാല്യൂ ഭയങ്കരമായിരിക്കും. അങ്ങനെ ഫോർത്ത് ടൈം കോള് വന്നപ്പം ഭയങ്കര വൾഗറായിട്ട് സംസാരിച്ചപ്പോൾ അവൻ ഈ ഫോഴ്സ് ടു ഡ്രിങ്ക് ടുഡേ എന്നുള്ളൊരു അവസ്ഥയിൽ വരും. അവൻ അന്ന് കഴിച്ചിട്ടേ വീട്ടിൽ പോവുള്ളൂ. ഇത്രയും കോൾസും ഇങ്ങനെയുള്ളൊരു റെസ്പോൺസും ഒരു ഭാര്യയിൽ നിന്ന് ലഭിച്ച ഒരു ഭർത്താവിന് തീർച്ചയായിട്ടും സ്വബോധാവസ്ഥയിൽ വീട്ടിൽ പോകാൻ പറ്റില്ല. ഉറപ്പാണത്. സൈക്കോളജിക്കൽ ഫാക്ട് ഓഫ് എ ഡ്രങ്ക്, നോട്ട് ഡ്രങ്ക്, വല്ലപ്പോഴും കഴിക്കുന്ന, കാഷ്വലി അല്ലെങ്കിൽ ഒക്കേഷണലി കഴിക്കുന്ന ഒരാൾക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. സ്ഥിരം മദ്യപിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ കൺട്രോൾ വരില്ല. എല്ലാവരും പറയുമല്ലോ, കുടിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറയുമല്ലോ, കുടിപ്പിച്ച് കുടുംബം നശിപ്പിച്ചു അവൻ എന്ന് പറയും, അല്ലേ? കേട്ടിട്ടില്ലേ? പക്ഷെ അതിൽ കുറച്ച് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മദ്യപാനി അവൻ ചിലപ്പോൾ സിൻസിയർ ആയിരിക്കും, മക്കളടുത്തും വൈഫിനടുത്തും അല്ലെങ്കിൽ അമ്മയടുത്തും അച്ഛനടുത്തൊക്കെ ഭയങ്കര സിൻസിയർ ആയിരിക്കും. പക്ഷെ ഈ അഡിക്ഷൻ കാരണം അവൻ അതിൽ നിന്ന് തിരിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ഒരു സമയത്ത് ഇവൻ എന്ത് സാധനം കാണുമ്പോഴും, ഇപ്പം ഡ്രസ്സ് എടുക്കാൻ പോയി, ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയി, പക്ഷെ അവന്റെ മോൾക്ക് അല്ലെങ്കിൽ മോനുള്ള ഡ്രസ്സിന്റെ വില അല്ലെങ്കിൽ ആ ഡ്രസ്സ് കമ്പയർ ചെയ്യുന്നത് ഒരു കുപ്പിയുടെ വിലയായിട്ടായിരിക്കും. അപ്പൊ അവൻ കഴിക്കുന്ന വിസ്കിക്ക് ഇപ്പൊ 1800-2000 രൂപ ചിലപ്പോൾ ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഓണമല്ലേ, മൂക്ക് ഡ്രസ്സ് എടുക്കുകയല്ലേ, അത് 2000 കൂടിയിരിക്കണം എന്നൊരു ഇത് വരും. അത് ശരിക്കും അവർ സിൻസിയറായിട്ട് തിങ്ക് ചെയ്യുന്നൊരു കാര്യമാണ്, ആലോചിക്കുന്ന കാര്യമാണ്. അവർക്ക് കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ അവർ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ. പിന്നെ ഈ ഫ്ലിപ്കാർട്ടിന് മുമ്പിൽ ഇരിക്കുമ്പോഴും ആമസോണിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നും, നമ്മൾ കുടിക്കുമ്പോൾ ഇത്രയും കളയുന്നല്ലോ, പിന്നെന്താ ഈ സാധനം വാങ്ങിച്ചാൽ ആ സാധനം വാങ്ങിച്ചാൽ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെടും മദ്യപാനത്തിൽ ഉറപ്പാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ അവൻ മേക്കപ്പ് ചെയ്ത് പോവും. വസ്ത്രം വാങ്ങിച്ചും ഭക്ഷണം വാങ്ങിച്ചും മട്ടനും ബീഫും കോഴിയും എല്ലാം ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക വീട്ടിൽ. കാര്യം അവൻ എങ്ങനെയെങ്കിലും അവന്റെ കുറ്റബോധം കൊണ്ട് തന്നെ അവൻ എങ്ങനെയെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഫാമിലി ഹാപ്പി ആക്കാൻ നോക്കുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുപ്പിയായിട്ട് കമ്പയർ ചെയ്തിട്ട് അവൻ സ്വയം ഹാപ്പിനെസ് കണ്ടെത്തുന്നു. ആ ഒരു അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. പക്ഷെ പിന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നിത് ശമ്പളം കിട്ടുമ്പോൾ തികയാതെ വരും. ബാറിലും അവിടെ ഇവിടെയൊക്കെ ഇത് വരും, കടം വരും. അവർ നോട്ട് ചെയ്ത് തുടങ്ങും. പറ്റെന്ന് പറയും, കൊളോക്കിയൽ മലയാളം ലാംഗ്വേജിൽ പറ്റെഴുതുക എന്ന് പറയും. അങ്ങനെ എഴുതി വെക്കപ്പെടും. അത് പിന്നെ അവസാനം അവൻ്റെ ശമ്പളം തികയാതെ വരും, അവൻ കടത്തിലേക്ക് പോകും. പല ആൾക്കാരുടെ നിന്നും കടം വാങ്ങിക്കും, പലരിടത്തും കള്ളം പറയും, എനിക്ക് വയ്യ, അതല്ലെങ്കിൽ എനിക്ക് അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്നൊക്കെ പറയും. അങ്ങനെ അവര് സമൂഹത്തിൽ നിന്നും മാക്സിമം അവരുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും മാക്സിമം പൈസ വസൂലാക്കി മദ്യപിക്കും. ആ സമയത്ത് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇത് വാങ്ങിക്കണമെന്നോ ആ സമയത്ത് അവർ ആഗ്രഹിക്കില്ല. ആ സ്റ്റേജിൽ അവർ എത്തുമ്പോഴത്തേക്ക് പിന്നെ ആ സ്റ്റേജ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ പലതും അവർ വിൽക്കാൻ തുടങ്ങും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടി വി ആയിക്കോട്ടെ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവർ വിൽക്കാൻ തുടങ്ങും, വിറ്റിട്ട് വെള്ളമടിക്കാൻ തുടങ്ങും. അതും കഴിഞ്ഞൊരു ലെവലുണ്ട്. എത്ര വലിയ പ്രൊഫൈൽ കീപ്പ് ചെയ്തിരുന്ന ഒരാളാണെങ്കിലും, എത്ര നല്ല സമൂഹത്തിൽ പൊങ്ങി നിന്ന ഒരാളാണെങ്കിലും മദ്യത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് മോഷണം തുടങ്ങും, മോഷ്ടിക്കാൻ തുടങ്ങും. അവരുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ഇവന്റെ ബിഹേവിയൻസ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. മോഷ്ടിക്കാൻ തുടങ്ങും. അതും കഴിഞ്ഞ് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ഒരു സോഴ്സും ഇല്ലാതെ മദ്യം കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകന്മാര് വരും, അവൻ സൂസൈഡ് ചെയ്യും. എന്ത് തോന്നുന്നു?
എനി കമന്റ്സ്? പിന്നെ വേറൊരു കാര്യം പറയാം. ഈ മദ്യപാനം കാരണമല്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഡിവോഴ്സ് ആയ ഒരു ആളാണെന്ന് വെച്ചോ, അയാൾ ഒരു പുനർവിവാഹത്തിന് ശ്രമിച്ചാൽ, അയാൾ മദ്യം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ പേരൻസ് പറയും ഇനി ഒരു കൊച്ചിന്റെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ടാന്ന്. പക്ഷെ അയാൾ വിചാരിക്കും ഒരു തുണ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിയാവും. പക്ഷെ അതൊരു, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ല പോസിറ്റീവ് വൈബാണ്. മദ്യപാനികളിൽ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു കോൺഫിഡൻസും, ഒരാളെ പോറ്റണമല്ലോ എന്നൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ, ഞാൻ ഡിവോഴ്സുകളെ പറ്റിയാണ് പറയുന്നത്, അതല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ മരിച്ച ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവർക്കൊരു തുണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ തിരിച്ചു വന്നേക്കാം ലൈഫിലേക്ക്. പക്ഷെ ഇവരുടെ കോൺസെപ്റ്റും ഈ പറഞ്ഞ പേരൻസിന്റെ കോൺസെപ്റ്റും രണ്ടും ശരിയാണ്. ഇതിൽ ആരുടെ കൂടെ നിൽക്കും? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരവാദിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മദ്യപാനം. പിന്നെ വേറെന്താ, ഞാൻ ഫോണിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോൺ ബാഗിലാണ്. പിന്നെ അറിയാമല്ലോ, പ്രഗ്നന്റ് ലേഡീസ് മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന FIS, ഫ്യൂച്ചർ ആൽക്കഹോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് കുട്ടികൾ മന്ദബുദ്ധിയായി പോവുക, ബുദ്ധിയില്ലായ്മ ആയിട്ട് ജനിക്കുക. പക്ഷെ ഇത് ഈ ഓട്ടിസത്തിൽ ഒരു 70% ഓട്ടിസവും കാണുന്നത് ഇപ്പം ഡ്യൂറിങ് പ്രഗ്നൻസി അവർ മദ്യപിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ്. അതൊന്ന്. പിന്നെ സെക്ഷൽ റിലേഷനെ നല്ലോണം ബാധിക്കും മദ്യപാനം. ഈ മദ്യപിച്ചുള്ള ലഹരിയിൽ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ്ഡ് സെക്ഷൽ, ഒരു വൾഗർ സെക്ഷൽ റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് ഒന്നുകിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും ശരിക്കും ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ജനറേഷൻ, നിങ്ങളുടെ ഈ ഒരു രീതിയിലുള്ള കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷനെ ഞാൻ നല്ലോണം റെസ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. മോസ്റ്റ് പേരൻസ് വുഡ് ലൈക്ക് ദി ചിൽഡ്രൻ ടു റെസ്പെക്ട് their privacy in their sexual matters. അത് ശരിക്കും നിങ്ങൾക്കും ഇപ്പോഴുള്ള കുട്ടികൾക്കെല്ലാം നല്ലോണം അറിയാം. പക്ഷെ എന്നാലും ഈ കൂട്ടത്തിൽ എത്ര പേര് രാത്രി ഉറങ്ങാനാവുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് പോയി കിടക്കുമെന്നും എനിക്കറിയാം. ഓക്കെ. പക്ഷെ നിങ്ങളുടെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഇപ്പോഴത്തുള്ള കുട്ടികളുടെ ബോണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അഹങ്കാരം പറയുന്നതല്ല, ജാട പറയുന്നതല്ല. ഞാൻ ഏതാണ്ട് 400ഓളം മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലും പുറത്തുമായിട്ട് പോയി ഈ അനാറ്റമി ഫിസിയോളജി ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് വിൽ ബി എ മോട്ടിവേഷൻ ഫോർ യു. ഡിസിഷൻ ഹാളിന്റെ മുമ്പിൽ 2 പേര്, ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ അടിയിടുകയാണ്. മുടിഞ്ഞ അടി, ഒരു രക്ഷയില്ല. ഒരാളെ അടുത്ത ആളുടെ മുടിക്ക് പിടിക്കുക, ഈ പെൺകുട്ടി അവന്റെ മുടിക്ക് പിടിക്കുക. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡെമോൺസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ സ്പീക്കറും കാര്യങ്ങളും എല്ലാം മൈക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ അവർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹാളിൽ കയറി, എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇടന്ന് അടിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ പോയി പിടിച്ചു മാറ്റി രണ്ടുപേരെയും. പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷം തോന്നി. കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ മോനും അടി ഉണ്ടാക്കിയാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് അതുപോലെ അത്ര ഫ്രീ ആയിട്ടാണ് അവരുടെ ഇടപെടൽ. സോ ഐ റിയലി റെസ്പെക്ട് യു. ഇപ്പോഴത്തെ ആ ഒരു കാര്യം, പണ്ടൊക്കെ അങ്കിളൊക്കെ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ പ്രായത്തിൽ ഇങ്ങനെ കോങ്കണ്ണ് വെച്ചിട്ടാണ് പെൺകുട്ടികളെ നോക്കുന്നത്. അത്രയ്ക്കും പേടിയാ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ. ചോദിക്കാൻ പറ്റുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതുപോലെ ഉള്ളൊരു ലൈഫ് ആയിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര. പിന്നെ ഇപ്പൊ ഞാൻ ഈ ഹാളിൽ തന്നെ വേറെ കാര്യം പറയാം. ഞാൻ ഈ ഹാളിൽ തന്നെ കാണുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 60% ഗേൾസ് ആണ് അല്ലേ? നിങ്ങളുടെ ബാച്ചിൽ എത്ര ഗേൾസും ബോയ്സും ഉണ്ട്? ഓക്കെ. അപ്പം ഓക്കെ, ഓൾമോസ്റ്റ് 65% ഔട്ട് ഓഫ് 250. യെസ്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് ഫോർ വുമൻ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും വുമൻ ലീഡ് ചെയ്യണം.
എൻ്റെ ഫൈനസ്റ്റ് എക്സാമ്പിൾ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരാൻ, എൻ്റെ മനസ്സിൽ തോന്നൽ വരാൻ കാരണം തന്നെ എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ ഒരു ഡോക്ടറായിരുന്നു, ഡോക്ടർ റസിയ. കുട്ടുകാട് എന്ന് പറയും, കൊല്ലത്തുള്ളൊരു ഗ്രാമമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം. അപ്പം എൻ്റെ ഉമ്മ അവിടുത്തെ ഒരു ഫേമസ് ഡോക്ടറായിരുന്നു. അപ്പം ഞാൻ ഒരു ഫെമിനിസ്റ്റിനേക്കാൾ ഉപരി പെൺകുട്ടികൾ ലീഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണക്കാരി എൻ്റെ മദർ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ അടുത്ത് OTTയിലൊരു ഫിലിം കണ്ടു, എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ നിങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ടോ? എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, അങ്കിളുടെയൊക്കെ ചെറുപ്പത്തിലാണെന്ന് തോന്നുന്നു. അന്ന് ശ്രീനഗർ എയർഫോഴ്സിൽ അവിടെ കുറെ ഫൈറ്റേഴ്സ് ഉണ്ട്, കുറെ പൈലറ്റ്സ് ഉണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ ഒരു ആള് മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്. അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുമ്പം കാഷ്വാലിറ്റീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് വിട്ടത് വേറെ ആരും, എല്ലാവരും യുദ്ധഫീൽഡിലായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഈ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കുട്ടിയെ ചോപ്പറിൽ വിട്ടിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി. അപ്പൊ ചോപ്പർ അപ്രോച്ച് ചെയ്യുമ്പം, സ്പോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം ഈ നാവിഗേഷൻ കൺട്രോളിൽ നിന്ന് ഓർഡർ പോകുന്നുണ്ട്, ഇത്രയും ഫയറിങ്ങും ഇത്രയും യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണ്ട, ലാൻഡ് ചെയ്യണ്ട, നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ഇവള് റോജർ പറഞ്ഞ്, എന്നുവെച്ചാൽ എസ് കോപ്പിഡ് എന്ന് പറയും, അതിൻ്റെ ഒരു നാവിഗേഷൻ ടേമാണിത്, അറിയായിരിക്കും നിങ്ങൾക്ക്. ആ ഫിലിമിന്റെ പേര് ഫിലിമിന്റെ പേര് ഓർമ്മയുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പഴയ ഫിലിമാണ്. എക്സാക്ട്ലി, കുഞ്ചൻ, ദ കാർഗിൽ ഗേൾ, റൈറ്റ്, ഓക്കെ, വെരി ഗുഡ്. അപ്പം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പൊ ഈ പെൺകുട്ടി അവരുടെ ഓർഡർ അനുസരിക്കാതെ പോയിട്ട് അവിടെ മരിക്കാൻ പോകുന്ന ഭടന്മാരെയും സീനിയർ ഓഫീസേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവള് തിരിച്ചു വരുന്നൊരു രംഗം ആ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ഒരു ഗേൾ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യുഗത്തിൽ, ഈ ഒരു സമയത്ത് അങ്ങനെ ആയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഡെമോ ചെയ്തു. ഞാൻ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്ന ഒരു HOD ഉണ്ട്, ഡോക്ടർ ശ്യാമസുന്ദർ, JSS മെഡിക്കൽ കോളേജ്, മൈസൂർ. അവിടെയുള്ള ഒരു സാറാണ് അവിടുത്തെ HOD. ഞാനുമായിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പൊ സാറിന് തീരെ വയ്യ, ഒരുപാട് പ്രായമായി. ഐ തിങ്ക് ഹീസ് മോർ ദാൻ 80 നൗ. സാർ അവിടുത്തെ ഡീനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡീനിന്റെ ചുമതലയൊന്നും സാറിന് വയ്യാത്തതുകൊണ്ട് അനാട്ടമിയോടുള്ള ഭ്രമം കാരണം പിന്നെയും തിരിച്ച് HOD അനാട്ടമിയായിട്ട് വന്നു. അവിടെ ഒരു പെൺകുട്ടി വാശിയോടുകൂടി, സാധാരണ രീതിയിൽ എംബാംഡ് ബോഡിയിൽ ഡിസെക്ട് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടാണ് ഈ അരക്കനോയിഡ് മെംബ്രെയിൻ. അത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉണ്ട്. സ്പൈനൽ കോഡായിരുന്നു അന്ന് ഡിസെക്ട് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേര്. നിങ്ങൾക്കിപ്പോ ഏതാ ഡിസെക്ഷൻ? ബാക്കിയെല്ലാം ഹെഡ് ആൻഡ് നെക്ക് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. അതിലൊരു സൈക്കോളജി ഉണ്ട്. ഈ ഹെഡ് ആൻഡ് നെക്ക് മാത്രം ബാക്കി വെക്കുന്നതിൽ ഒരു സൈക്കോളജി ഡോക്ടർമാർക്കുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുണ്ട്. അതായത് ബാക്കിയെല്ലാം ശരിക്കും കയ്യിൽ വന്നു ഡിസെക്ട് ചെയ്ത് എല്ലാം എക്സ്പീരിയൻസ് കിട്ടിയ ശേഷം മാത്രം ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഏരിയ ഹെഡ് ആൻഡ് നെക്കിലേക്ക് പോവുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ചില ആൾക്കാർ, ചില HODs ആദ്യം ഹെഡ് ആൻഡ് നെക്ക് ചെയ്യിപ്പിക്കും. കാര്യം മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് പാർട്ട് ആദ്യം പഠിച്ചെങ്കിൽ ബാക്കി എല്ലാവർക്കും ഈസി ആവും. അങ്ങനെ രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന പ്രൊഫസർമാരുണ്ട്. രണ്ടും ശരിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഒരു പെൺകുട്ടി, നമ്മുടെ മലയാളി കുട്ടിയാണ്, എനിക്ക് തോന്നുന്നു ഷി വാസ് ഫ്രം കോട്ടയം പാല, ഒരു ക്രിസ്ത്യൻ ഗേൾ ആയിരുന്നു. അവള് ഞാനത് ടഫാന്ന് ഡെമോയ്ക്ക് ക്ലാസ്സിൽ പറഞ്ഞപ്പം, അവള് ഡിസക്ഷൻ ഹാളിൽ ഞാൻ പോയപ്പം എന്നെ വന്ന് വിളിച്ചിട്ട്, അങ്കിളെ ഒന്ന് വരാൻ പറ്റുമോ എൻ്റെ ടേബിളിലോട്ട്? ഞാൻ അങ്കിള് പറഞ്ഞ സാധനം ഡിസെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അരക്നോയിഡ് മെംബ്രെയിൻ, ആ ഡ്യൂറാമാറ്ററിന് ശേഷമുള്ള സ്പൈനൽ കോഡിന് ചേർന്നിരിക്കുന്ന ആ മെംബ്രെയിൻ അവളിങ്ങനെ എന്നെ എടുത്ത് കാണിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. അതൊരു പെൺകുട്ടിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, 14-15 വർഷമായിട്ടുണ്ടാവും എന്തായാലും. പിന്നെ അങ്ങനെ ഒരുപാട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരുപാട് കൾച്ചറുകൾ മനസ്സിലാക്കാൻ, ഡിഫറെന്റ് കൾച്ചറുകൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ അതുകൊണ്ട് സോറി, ഇത് പബ്ലിക്കിന് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ ശരിക്കും മദ്യപാനികളുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. മദ്യപാനികളെ എപ്പോഴും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, സന്തോഷത്തോടുകൂടി ട്രീറ്റ് ചെയ്യുക. അവർക്ക് സമാധാനം കിട്ടുന്ന ഈ ഉപദേശിക്കുമ്പോൾ തന്നെ ശരിക്കും ഒരുപാട് ലെങ്തി ആവരുത്. കഴിയുന്നതും ഷോർട്ടായിട്ട് പെട്ടെന്ന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാൻ നോക്കണം എപ്പോഴും. പിന്നെ നിങ്ങൾ വേണം ശരിക്കും നെക്സ്റ്റ് ജനറേഷനെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ. ഇങ്ങനെയുള്ള ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ എല്ലാ കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു. നമ്മൾ ഹാപ്പിനെസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20% മാത്രം നമ്മൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി പറഞ്ഞ പൈലോറിക് സ്ഫിൻക്റ്റർ മസിൽസിന്റെ ഇത് കൊണ്ട് സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്താൻ ലേറ്റ് ആവും. സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി 80% ആൽക്കഹോള് വളരെ പതുക്കെ ആക്ട് ചെയ്യുള്ളൂ. അത് പിന്നെ നമുക്ക് ഹാങ് ഓവറായിട്ടായിരിക്കും ഫീൽ ചെയ്യുക, ലഹരിയായിട്ടായിരിക്കില്ല ഫീൽ ചെയ്യുക. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോൾ അങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമൂഹത്തിനോട് പറഞ്ഞ് നിങ്ങൾ അവരെ ബോധവൽക്കരണം ചെയ്യണം, അവരെ അഡ്വൈസ് ചെയ്യണം. നിങ്ങളാണ് ഭാവിയിലെ ഡോക്ടർമാർ. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഇപ്പൊ തന്നെ പണി തുടങ്ങാം. പിന്നെ നിങ്ങൾ ഈ ഏജിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, ബ്രെയിനിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഈശ്വരം തന്നിരിക്കുന്ന ബ്രെയിൻ അത് ഈ പറഞ്ഞ യുദ്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഈ ഡോപ്പമൈൻ്റെ ഇത് നമുക്ക് കിട്ടുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡെയിലി രാവിലെ എക്സസൈസ് ചെയ്യാം. ഇവിടെ സ്വിമ്മിങ് അറിയുന്ന കുട്ടികളുണ്ടോ? ഒന്ന് കൈബുക്ക്. വെരി ഗുഡ്, ഒരുപാട് സന്തോഷം, ഇത്രയും പേര്. സ്വിമ്മിങ്, പിന്നെ ഇത് ടെന്നീസ് കളി. ഈ ടെന്നീസ് കളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വിമ്മിങ്ങിലും അതുപോലെ തന്നെ ടെന്നീസ് കളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ബോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്നു, അത് നമ്മൾ കാണുന്നു, അത് ആ ബോളിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ഓടുന്നു, നമ്മൾ ബാറ്റ് ചെയ്യുന്നു. ബാറ്റ് ചെയ്തിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത് കേൾക്കാൻ പാടില്ല, സോറി എടുക്കാൻ പാടില്ലാത്ത രീതിയിൽ നമ്മളത് ഡയറക്ഷൻ മാറ്റി വിടുന്നു. പിന്നെ അയാൾ വീണ്ടും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ശരിക്കും നമ്മൾ ബോളിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മോഷൻ ഒബ്സർവ് ചെയ്യുന്നു, അല്ലേ? നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ആ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോകാൻ ചിന്തിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ചെയ്യുന്നതാരാ? നിങ്ങൾ 7-ലോ 8-ലോ മറ്റോ പഠിച്ചിട്ടുണ്ടോ? സെറിബ്രം അല്ലേ? സെറിബ്രത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നമ്മുടെ ബോഡിയുടെ ബാലൻസ്, അല്ലേ, നമ്മുടെ ഇക്വിലിബ്രിയം വർക്ക് ചെയ്യുന്നത് സെറിബെല്ലം. വീഴാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റും, ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഭാരം അളന്ന് തിരിച്ചടിക്കാൻ പറ്റും. പിന്നെ ഈ സമയത്ത് നമ്മൾ കൂടുതൽ കിതയ്ക്കും, നമ്മുടെ ബ്രീത്തിങ് കൂടുതലായിരിക്കും, ഹാർട്ട് ബീറ്റ് കൂടും. ആ സമയത്ത് മിഡിൽ നമ്മളെ കൺട്രോൾ ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ബ്രെയിന് നമ്മളൊരു നല്ല എക്സസൈസ് കൊടുക്കുകയാണ് ഈ രാവിലെയുള്ള ഷട്ടിൽ കളി എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഫസ്റ്റ് ടൈം നിങ്ങൾ കളിക്കുന്ന ഒരു ദിവസം നിങ്ങൾ കണക്ക് കൂട്ടുക. ആ ഫസ്റ്റ് ടൈം കളിക്കുന്ന നിങ്ങളായിരിക്കുമോ 30th അല്ലെങ്കിൽ 60th ഡേ കളിക്കുന്നത്? ഒരു മാസം അല്ലെങ്കിൽ 2 മാസമോ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ എക്സ്പേർട്ട് ആവുകയല്ലേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനിൽ. അപ്പം അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് വേണം പിന്നെ അഡ്വൈസ് ചെയ്യാൻ പോകാൻ ബാക്കിയുള്ള ആൾക്കാരെ. ഈ മദ്യപാനത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കുറേയൊക്കെ നല്ലൊരു എനർജി, ഒരു പോസിറ്റീവ് വൈബൊക്കെ നമുക്ക് ഈ ഡെയിലി ഉള്ള പോസിറ്റീവ് കാര്യങ്ങൾ, ഇതുപോലുള്ള എക്സസൈസ്, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഈ മരണത്തെ പറ്റിയും ആക്സിഡന്റിനെ പറ്റിയും കൊലപാതകത്തെ പറ്റിയും ഒന്നും അധികം, നിങ്ങളിൽ ഫോറൻസിക് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് കൈവക്കി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം എനിക്ക് തന്നെ വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഫോർവേഡ്സ് ഒക്കെ വരുമ്പോൾ ഞാനത് ആ ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും, ക്ലിയർ ചെയ്യും. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും കഴിയുന്നതും കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, ഇടപെടാതിരിക്കുക. പേര്? ആ,
ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ആരടുത്തും പറയാൻ പാടില്ല. അച്ഛൻ മദ്യപിക്കും, ഫാറ്റ് ലിവർ ഉണ്ട് എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലിവറിനെ പറ്റിയിട്ടും പാങ്ക്രിയാസ്, ഹാർട്ട്, ഇതെല്ലാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. എന്നാലും കുട്ടി ചോദിച്ച സ്ഥിതിക്ക് there is no treatments to fatty liver, alcoholic fibrosis അല്ലെങ്കിൽ alcoholic cirrhosis other than abstaining alcohol. മദ്യം ഒഴിവാക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ പിന്നെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ബാക്കിയെല്ലാം ഇത് വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പക്ഷേ അബ്സ്റ്റെയിനിങ് ആണ് ടോട്ടൽ സൊല്യൂഷൻ. ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ കുട്ടി ഒന്ന് വന്ന് എന്നെ കാണാൻ ഞാൻ പറഞ്ഞുതരാം. അതിനെപ്പറ്റി ഞാൻ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ബാക്കിയുള്ള ഓർഗൻസിനെ എങ്ങനെ എഫക്ട് ചെയ്യും. ശരിക്കും ഈ ആൽക്കഹോള് അസറ്റോൾഡിഹൈഡ് ആക്കും ലിവർ, പിന്നെ അത് അസറ്റേറ്റ് ആയിട്ട് മാറും, പിന്നാണത് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 80 ലിറ്റർ ബ്ലഡ് വരെ നമ്മുടെ ലിവർ സൂപ്പറായിട്ട് അരിച്ചെടുക്കും. 80 ലിറ്റർ. പിന്നെ ആൽക്കഹോൾ ആണെങ്കിൽ ഒരു മണിക്കൂറത്തെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞേ. ആൽക്കഹോൾ ആണെങ്കിൽ 15 ml മുതൽ 20 ml വരെ, 20 ml വരെ മാത്രമേ ഒരു മണിക്കൂറിൽ അരിക്കാനുള്ള കപ്പാസിറ്റി ലിവറിനുള്ളൂ. അതനുസരിച്ച് അത് വലുതാവും. ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഒരുപാട് പറയാനുള്ള കാര്യമാണത്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്ലാസ് എന്നുള്ളത്? ഞാൻ ഒരു ചെറിയ അസൈൻമെന്റ് തരാം. നിങ്ങൾ എനിക്ക് ഒന്ന് മെയിൽ ചെയ്യണം. അത്ര വലുതായിട്ട് എഴുതൊന്നും വേണ്ട, ഒരുപാട് ചെറുതാവുകയും വേണ്ട. ഒരു മീഡിയം അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ. നിങ്ങൾ എന്തൊക്കെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപം, അത് നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യാം. പിന്നെ ഞാൻ പബ്ലിക്കോടെ കേൾക്കുന്നുണ്ട് ഒക്കെ പറയുകയാണ്, നിങ്ങളിതിപ്പോൾ യൂട്യൂബിലായിരിക്കും തോന്നുന്നു പോസ്റ്റ് ചെയ്യുന്നത്. ഇവർ മാഡം പറഞ്ഞതനുസരിച്ച് യൂട്യൂബിലായിരിക്കും വരിക. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ സാധാരണ ആൾക്കാർ പറയുന്ന പോലെ മണി അടിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഞാനൊന്നും അങ്ങനെ ഒരു ഇതിൽ നിന്ന് അങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആൾക്കാർക്ക് ഇത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. 10 പേർക്ക് പറഞ്ഞു കൊടുക്കുക ഇതുപോലൊരു കാര്യം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക, അതുപോലെ നല്ല കാര്യമായിരിക്കും. പിന്നെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും ഒരിക്കലും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല, ആസ് യു വിഷ്. പിന്നെ അപ്പോൾ അസൈൻമെന്റിന്റെ കാര്യം ആരും മറക്കണ്ട അധികം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവര് വലിയ വലിയ കാര്യങ്ങൾ, ഒരുപാട് അർത്ഥമുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് പറയാൻ നിങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ വലിച്ചു പോയി എഴുതും എന്തെങ്കിലും ആണെങ്കിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ചോദ്യം, ഓക്കെ, ടൈറൽ വോളിയം, ഒരു കുട്ടി ആൻസർ ചെയ്യുന്നു, ഡിസ്ക്രൈബ് ടൈറൽ വോളിയം എന്നാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടി ആൻസർ ചെയ്യുന്നു, നോർമൽ ബ്രീത്തിങ് ബ്രാക്കറ്റിൽ എത്ര ml, 500 ml, ബ്രാക്കറ്റിൽ 500 ml എന്ന് എഴുതുന്നു. ഞാനാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ ഞാൻ 2 മാർക്ക് കൊടുക്കും. ഞാനെന്നല്ല, ആരും കൊടുത്തു പോകും. അത്രയും മതി. ശരിക്കും അവനറിയാൻ നോർമൽ ബ്രീതിങ് ആണ്, 500 ml ആണെന്ന് അറിയാം. ചില കുട്ടികൾ എഴുതും, the amount of air inspired and expired during one normal breathing, that is called tidal volume. അവനും കൊടുക്കും 2 മാർക്ക്. ചില കുട്ടികൾ എഴുതും ഫോഴ്സ് ഇൻസ്പിറേഷൻ, അതിങ്ങനെയാണ്, ഫോഴ്സ് എക്സ്പിറേഷൻ ഇങ്ങനെയാണ്, നോർമൽ ബ്രീതിങ് ഇങ്ങനെയാണ്, സോ ദിസ് ഈസ് നോർമൽ ബ്രീതിങ്, ഇത് 500 ml ആണ് എന്നും പറഞ്ഞ് വലിച്ചു കയറി എഴുതും. അവർക്കും കൊടുക്കും 2 മാർക്ക്. ഇതിൽ ആരും എടുക്കാൻ? അപ്പോൾ അസൈൻമെന്റ് മറക്കണ്ട. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. കാര്യമായിട്ട് അഡ്വൈസ് കൊടുക്കുക. പിന്നെ നമ്മുടെ
നിങ്ങളും ഒരിക്കലും ആൽക്കഹോൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്നല്ല എന്തെങ്കിലും ലഹരി ഉപയോഗിക്കാനോ ഇടവരുന്ന ഇത് വരാതിരിക്കട്ടെ, അങ്ങനെ വരുത്തരുത്. പിന്നെ എൻ്റെ ഫാദർ ഒരു ടീച്ചറാണ്. ഫാദറിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഫാദർ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ പോയി. കാസർഗോഡ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു പറയാം. മോർ ദാൻ 30 years ഓഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ. മസൂദ് അഹമ്മദ് എന്നാണ് പേര്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ വാപ്പ ഈ ബ്ലൈൻഡ് സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പള് വാപ്പയ്ക്ക് ഒരു ചെയർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ വിളിച്ച് ചെയർ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി ആ വരാന്തയിലൂടെ ഉറക്കെ വിളിച്ചു പറയും, കസേര 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 ഇങ്ങനെ വിളിച്ചു പറയും. അപ്പൊ ഇങ്ങനെ പല്ലി ഭിത്തിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഇങ്ങനെ ഇരിക്കും. കസേര തട്ടരുതല്ലോ. എൻ്റെ വാപ്പ പറഞ്ഞ, എൻ്റെ ഫാദർ പറഞ്ഞ ഒരു അനുഭവമാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈശ്വരനായിട്ട് നമുക്ക് തന്നേക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഞാൻ ഈ പറഞ്ഞ അപ്പോപ്റ്റോസിസ് എല്ലാം ഈശ്വരനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങളാണ്. അത് ആവശ്യമില്ലാതെ ഉപയോഗപ്പെടുത്താൻ ആരും മുതിരാതിരിക്കുക, ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാതിരിക്കുക. സോ മക്കളെ, ഞാൻ ലിവിങ് ടുഡേ ഇതല്ലേ യുഫോറിന് മോളല്ലേ? ഉപ്പ പറഞ്ഞിട്ടുണ്ടോ അങ്കിളിനെ പറ്റി? എനിവേ ക്വസ്റ്റ്യൻ ഈസ് ഗുഡ്. ആ ഒരു കാരണം കൊണ്ടാണ് അങ്കിളിനെ ഈ ക്ലാസ് എടുക്കാൻ ഇവിടെ നിങ്ങളുടെ മാഡം എത്തിച്ചത്. ഓക്കെ, അപ്പൊ ശരി മക്കളെ, നിങ്ങൾ പോവാണ്. ലഞ്ച് ടൈം ആയല്ലോ, എൻജോയ് യുവർ ലഞ്ച്. പിന്നെ ഒരു ചെറിയ ചോദ്യം, ഇപ്പൊ ഫിദ ചോദിച്ചപ്പോഴാണ് ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. How many of you can raise your hands if I ask? How many of you have tried alcohol? അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ. Raise your hands. പതുക്കെ പോകുന്നതാണല്ലോ. അടിപൊളി, ചോദിക്കണ്ടായിരുന്നു. ആ അപ്പൊ ഇത്തത്തെ എന്താ ലേറ്റായേ? ഇത്തത്തെ എത്ര കഴിച്ചേ? കേട്ടില്ല. ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർ പൊക്കണമെന്നില്ല. അത്യാവശ്യം ഒരു പെഗെങ്കിലും കഴിച്ചവർ കൈ പൊക്കണം. അല്ല, ഇത്തത്ര കാര്യം ചെയ്യട്ടെ. ബിയറോ? എത്ര കഴിച്ചു? ഒരു ഫുൾ ബോട്ടിൽ കഴിച്ചോ? ഒരു ക്യാൻ? ഏതായിരുന്നു ബ്രാൻഡ്? ബിയറിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഗ്ലിസറിൻ ഉള്ളത് ഓക്കെ. സോ ഐ എം ലിവിങ്. നിങ്ങൾ കഴിച്ചോളൂ, പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അഡിക്ഷനിലേക്ക് പോകരുത്. ഒരിക്കലും വിഷമാവസ്ഥയിൽ കഴിക്കരുത്. പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും, ഞാൻ പറഞ്ഞല്ലോ, അഡിക്ഷനിലേക്ക് പോകാൻ ചാൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും അത് കഴിച്ചിരിക്കണം. അതിൻ്റെ ലഹരിയുടെ ആ ഒരു എഫക്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടരുതെന്ന് പറയുന്നത്. പുതിയ ജനറേഷനാണ്, ഐ റെസ്പെക്ട് യു. So that is my advice. So thank you, Makkals. Have a great day. Enjoy your career. God bless always. Bye bye. Love you.